ഹായ് ഫ്രണ്ട്സ്, ആജീസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ശരത്തിൻ്റെ ഈ ഒരു ബുള്ളറ്റ് കുറേ നാളുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് കേട്ടോ. അപ്പം അത് ശരത്തിന് നമുക്ക് ചേർത്തലയിലേക്ക് കൊണ്ടു കൊടുക്കണം. അതുമാത്രമല്ല, ഇന്ന് ഹനയുടെ ബർത്ത്ഡേ ഇന്ന് ചേർത്തലയിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം തൂത്തുക്കുടിയിലല്ലേ അവളുടെ ബർത്ത്ഡേ സാധാരണ എടുക്കുന്നത്. അപ്പം അവിടെ വരാൻ പറ്റാത്തവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വെച്ച് ശരത്തൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മുടെ റോഡുകളെല്ലാം നാഷണൽ ഹൈവേ റോഡുകളെല്ലാം പണി നടക്കുകയാണ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടും ബ്ലോക്കുമാണ് കേട്ടോ അതുവഴി പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മൈലക്കാട് തിരിഞ്ഞ് കണ്ടനല്ലൂർ കുണ്ടറ ഭരണിക്കാവ് ശൂരനാട് വഴി നമ്മൾ ചേർത്തലയിലേക്ക് ഗൂഗിൾ മാപ്പിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഇച്ചിരി സമയം കൂടുതലൊക്കെ എടുത്തു, കാരണം ഞങ്ങൾ വളരെ പതുക്കെയാണ് പോയത്. പിന്നീട് പക്ഷെ നല്ലതായിരുന്നു, എന്ന് വെച്ചാൽ തണുപ്പും തണലും ഒക്കെ ഉണ്ടായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുഖമായി ഒരു 4 മണിയോടുകൂടി ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇത് ഹനയുടെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഒരു ഇൻവിറ്റേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ആലപ്പുഴ ബൈപ്പാസാണ് കണ്ടോ. അപ്പം ആ ഒരു ബൈപ്പാസിന് പാരലായിട്ടും റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ, പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെയുള്ള ലാൻഡ്മാർക്ക് നമ്മുടെ കണിച്ചുകുളങ്ങര ക്ഷേത്രമാണ് കണ്ടോ. അപ്പം അതൊക്കെ ചുറ്റി വേണം നമുക്ക് ശരത്തിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ശരത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പം 4 മണിയൊക്കെ ആയതേ ഉള്ളൂ. അപ്പം ആരും വന്നിട്ടില്ല. 5-5:30 മണിക്കൊക്കെയാണ് കേക്ക് കട്ടിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബ്ലൂ വൈറ്റും ആണ് അവരുടെ തീം ഇവിടുത്തെ. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ അകത്തേക്ക് പോവാം. അന്നുമോയ് അന്നുമോയ് അന്നമോയ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടല്ലോ. ഇത് എന്തോന്ന് രൂപം എങ്ങനെയാ ഇടുന്ന ഇത്? പയ്യെ പയ്യെ ഇട്ടിട്ട് കേറുന്നില്ല. അപ്പൊ ഇട്ടിട്ട് കേറുന്നില്ലല്ലേ ഇത്? നല്ല ഇത് കൈ തരാം. എന്താ ഇത്? അന്ന ഇങ്ങോട്ട് നോക്കൂ. ഹായ് പറയോ അന്നുമ്മ? അന്നുമ്മ അന്നുമ്മ ഒരു ഹായ് പറ പ്ലീസ്. ഒരു ഹായ് പറ പ്ലീസ്. വന്നേ, ഉടുപ്പ് കാണിച്ചു കൊടുത്തേ. പറഞ്ഞേ, ഞാൻ ബർത്ത്ഡേയുടെ ഉടുപ്പൊന്നും ഇട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അതോ എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം എന്ന് പറ. വള ഊരിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. മേക്കപ്പ് ഇല്ല ഗേസ്. ആയി പോലെ ആണെന്ന് പറ. മേക്കപ്പ് ഇല്ലാത്ത കുഞ്ഞാന്ന് പറ. പറ്റുന്നില്ല. USA വന്ന് ഊരിക്കൊടു. ഇട്ടുപോയി. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാന്ന് ചോദിച്ചേ? എന്ന് ചോദിച്ചേ. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ ചോദിച്ചേ? എന്ത് ചെയ്യാൻ ഒന്നോട് ചോദിച്ചേ. നിക്കണല്ലേ അത്. ഇപ്പൊ അവിടെ അന്നയും ആന്റിയും കൂടാണ് ടെന്നി. മനപൂർവ്വം ടെന്നി അല്ലേ അത്? അപ്പം ബർത്ത്ഡേക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന ഉടുപ്പൊന്നും ഇട്ടില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് കേട്ടോ അവൾ താഴേക്ക് വന്നത്. അപ്പം ബർത്ത്ഡേക്ക് ആയാലും എന്തായാലും അവൾക്ക് സിമ്പിളായിട്ടുള്ള ഉടുപ്പുകളാണ് കേട്ടോ ഇഷ്ടം. 2 പീസ് ഉടുപ്പുകളൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. അപ്പം എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഉടുപ്പ് എല്ലാവരും കൂടെയൊക്കെ ബുദ്ധിമുട്ടിയൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് താഴേക്ക് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ കേക്കൊക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് ആമിയാണ് കേട്ടോ, ഹേമയുടെ അനിയത്തിയുടെ മോള്. ചിരി വരുന്നു. ആണോ? ചിരി വരുന്നോ? അപ്പം ഫോട്ടോഗ്രാഫർ ഒക്കെ വന്നു, കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉടുപ്പ് കീർത്തന കല്യാണത്തിൻ്റെ തലേന്ന് ഇട്ടിരുന്ന ഉടുപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോഴേക്കും കുറച്ച് റിലേറ്റീവ്സൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പം ഏകദേശം ഇപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്.
അപ്പം കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റ് കേക്കും അതിനകത്ത് ബ്ലൂ കളറിലുള്ള പൂമ്പാറ്റയെല്ലാം പിടിപ്പിച്ച് അങ്ങനെയുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ഹനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട് ഈ പൂമ്പാറ്റ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു, 2 പൂവൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി. നമ്മുടെ ഹനയാണെങ്കിൽ അക്ഷമയായിട്ടിരിക്കുകയാണ്, കാരണം അവളിപ്പോൾ ഒരു കേക്ക് കട്ടിങ് എക്സ്പെർട്ടാണ് കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യുക, കഴിക്കുക, ഇതാണ് അവളുടെ ഒരു ഇഷ്ടം തന്നെ കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട് പോവുകയാണേ. തുടച്ചു കൊടുക്കോക്ക അപ്പ തിന്നോളെ വലിയതിന് കൈ കൊടുത്തല്ലേ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കാൻ. അപ്പോൾ ഈ കേക്ക് കട്ടിങ് സമയത്ത് നമുക്ക് കുറച്ച് ഫ്രൂട്ട് ജ്യൂസ് പോലത്തെ സംഭവം തന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ അത് 2-3 ഗ്ലാസ്സൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി മാറി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ടിലേക്ക് കസേരയിലേക്ക് പോയിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് കേക്കും വൈനും കിട്ടി കേട്ടോ. അപ്പം കേക്ക് നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. ഈ വർഷത്തെ ആദ്യത്തെ പ്ലം കേക്കാണ് കേട്ടോ, ഈ ക്രിസ്മസ് സമയത്തുള്ള ആദ്യത്തെ പ്ലം കേക്ക്. ഓക്കെ, അപ്പം അതെല്ലാം ഡിസ്ട്രിബ്യൂഷനൊക്കെ നടക്കുകയാണ്. നമ്മുടെ കട്ട് ചെയ്ത കേക്കും പ്ലം കേക്കും അതല്ലാതെ വൈനും കൂടെ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. പറയടേ ശാരേ, പറഞ്ഞേ. അപ്പോഴേക്കും ഞങ്ങളുടെ അന്നുമ്മങ്ങ് കുഴഞ്ഞു പോയിരുന്നു കേട്ടോ. കാരണം 2-3 ദിവസത്തിന് മുമ്പുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൂത്തുക്കുടി ടു കൊല്ലം യാത്ര, പിന്നെ കൊല്ലം ടു ചേർത്തല യാത്ര, പിന്നെ അന്നത്തെ ഫംഗ്ഷൻ, ഇതെല്ലാം കൂടെ എൻ്റെ കുഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചു കേട്ടോ. എന്നാലും അത് ഭാവിക്കുകയും നിർബന്ധം കാണിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. അവനെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വീശപ്പവും ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം കീർത്തന അതെല്ലാം ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ. ഓരോരുത്തർ വന്ന് ഹന ഇരിക്കുന്ന സ്ഥലത്ത് വന്നാണ് കേട്ടോ ഗിഫ്റ്റ് എല്ലാം കൊടുത്തോണ്ടിരുന്നത് കേട്ടോ. അവളുടെ ബർത്ത്ഡേയുടെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗിഫ്റ്റാണ് കേട്ടോ. ഗിഫ്റ്റ് കയ്യിലോട്ട് വാങ്ങി അതൊന്ന് തുറന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ താങ്ക് യു പറയത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു ഫ്ലൈങ് കിസ്സും ഒക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ആകെ സന്തോഷമാണ് കേട്ടോ. ഗിഫ്റ്റ് കിട്ടുമ്പോൾ മാത്രമാണ് സന്തോഷം. അത് വെയിറ്റുള്ള ഗിഫ്റ്റ് അത്ര ഇഷ്ടമല്ല, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു വീശപ്പവും ഒരു ചപ്പാത്തിയാണ് എടുത്തത്. രണ്ടും നല്ലതായിരുന്നു. ചിക്കൻ കറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറിയും കുറുമ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫങ്ഷനായിരുന്നു, നല്ല ഫുഡായിരുന്നു. പിന്നെ എൻ്റെ ഹനയുടെ ഫങ്ഷനല്ലേ, ഇങ്ങനെ മോശമാവില്ലേ? ഓക്കെ. പിന്നെ ഒരു ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് കാറിലാണ് കേട്ടോ പോകുന്നത്. ശരത്തിൻ്റെ ബൈക്ക് കൊടുത്തിട്ട് ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഹനയുടെ കേരളത്തിലെ ബർത്ത്ഡേ ഫംഗ്ഷൻ കേട്ടോ, ചേർത്തലയിലെ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വ്ലോഗിൽ കാണാം.